ഗൈസ്, നമ്മൾ കുഴിമന്തി കഴിക്കാനായിട്ട് വന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കുഴിമന്തി തട്ടാൻ പോണതാണ് കേട്ടോ. എപ്പോഴും കഴിക്കണ ആ മന്തിയല്ല, ഇത് ചിക്കൻ മന്തി. ഇതിൻ്റെ വെറൈറ്റി കടയാണ് കേട്ടോ. ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുഴിമന്തിയുടെ വെറൈറ്റീസ് ഉള്ള ഷോപ്പ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരണത്. ഇത് ട്രിവാൻഡ്രം ഉള്ളൂരാണ് കേട്ടോ ഈ ഷോപ്പ് പറഞ്ഞത്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ആഹാരമായിരുന്നു, അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. ഇത് കണ്ട, ഇത് മന്തിയുടെ മാത്രം വെറൈറ്റീസാണ് കേട്ടോ ഈ മെനു കാർഡിലുള്ളത്. കാർഡല്ല, ബോർഡ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ എഴുതണില്ലേ, ആ ബോർഡിൻ്റെ ഒരു ലുക്കുണ്ട് കേട്ടോ. കുഴിമന്തിയിൽ തന്നെ ക്വാർട്ടർ, ഹാഫ്, ഫുള്ള് അതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൊജിറ്റോസും ജ്യൂസ്, ലൈം അങ്ങനെയൊക്കെ സംഭവങ്ങളുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ ബോർഡിൽ കണ്ടില്ല. ഫുള്ള് കുഴിമന്തിയുടെ മാത്രം മെനുവേ ഉള്ളൂ. ഇത് സംഭവം കുഴിമന്തി മാത്രമുള്ള കടയാണെന്നാണ് എനിക്ക് തോന്നിയത്. ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവിടുത്തെ ഈ ഒരു സംഭവം കുക്കുംബർ അടിപൊളിയായിരുന്നു. നമ്മൾ സാധാരണ പച്ചയ്ക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണത് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇത് സംഭവം അതിൽ ഉപ്പുണ്ട്, എരിയുണ്ട്, മുളകുണ്ട്, എല്ലാം കറക്റ്റ് പാകത്തിനെന്ന് പറയില്ല, അതുപോലെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ ഫുഡ് സംഭവം. നമ്മൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ സ്കിന്നോട് കൂടി ഉള്ളതായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കണത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. എന്നാലും കൊള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈസ് കഴിക്കണമെങ്കിൽ ഭയങ്കര ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ കുരുമുളക്, ഏലയ്ക്ക, പട്ട, അങ്ങനെ ഇങ്ങനെ മടൽ പോലത്തെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റണം. അതെല്ലാം മാറ്റിയിട്ട് അവർ തരുന്ന ഒരു പുളിമുളക് പോലത്തെ ഒരു സംഭവമുണ്ട്, അതും കിടിലുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് എന്തോന്ന് നെഗറ്റീവായിട്ടൊരു സംഭവം ഫീൽ ചെയ്തില്ല. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ഇന്നലെ. ഞങ്ങളെ 3 പേരും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. സംഭവം ചിക്കൻ ഫസ്റ്റ് ടൈം ഇത് ആദ്യത്തെ ഒരു പീസാണ് തരണമെങ്കിൽ റൈസ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അത് എല്ലാത്തിലും സംഭവം അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഇത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു അൽഫാമും കൂടി വാങ്ങിച്ചായിരുന്നേ, നല്ല അത്യാവശ്യം ഡ്രൈ ആക്കി എടുത്തത്. ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കൊക്കെ പോയി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ, സാധാ നോർമൽ റേറ്റേ ഉള്ളൂ. സാധാ മന്തിക്കൊക്കെ എത്രയാണ് ആ റേറ്റ് തന്നെ, അതിൽ ഒരുപാടൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ മയോണൈസ് ടച്ചിങ്സൊക്കെ വേണമെങ്കിൽ അത് 20 രൂപ 40 രൂപ വെച്ചൊക്കെ ആഡാക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വയറ് ഫുള്ളായി അവസാനം കഴിച്ച്. പക്ഷേ ആ കുക്കുംബറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെയും വാങ്ങിച്ച്. അവരാണെങ്കിൽ ഒരു ബൗള് ഫുള്ളാണ് കൊണ്ടു തന്ന്. 2 പീസ് ചോദിച്ചപ്പോൾ അവർ ഒരു ബൗള് ഫുള്ളാണ് തന്നു. ഇനി മേലെ ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തന്നതെന്നും കൂടി എനിക്ക് തോന്നി. ഇതാണ് കേട്ടോ സംഭവം. നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ എരി കണ്ടുപിടിക്കുക, കുരുമുളകൊന്നും അല്ല കേട്ടോ, പച്ചമുളക് ചതച്ചാണ് അവരിട്ടിരുന്നത്. ചെറിയ ചെറിയ പീസ് കിടന്നു കേട്ടോ. നമ്മളും വയ്ക്കും. പിന്നെ ഈ ഷവർമ്മയുടെയൊക്കെ കൂടെ കിട്ടണത് അത് ഇങ്ങനെ വെള്ളം കയറിയതുപോലെ ആയി പോകും കേട്ടോ കുക്കുംബർ. പക്ഷേ ഇത് കറക്റ്റായിരുന്നു. നല്ല ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ആ ഒരു സൗണ്ടിൽ നല്ല അത്യാവശ്യം വണ്ണത്തിലും വീതിയിലും ഒക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരുന്നു. ആരായാലും കഴിക്കും. ഇതൊക്കെ ആയുഷിന് ഇഷ്ടമല്ലാത്തതെന്ന് ആയുഷും കഴിച്ചായിരുന്നു. അങ്ങനെ ഫുള്ള് തട്ടി, ഒന്നും നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കില്ല. ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഒറ്റ വിഴുങ്ങിക്കുമായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. ഫുള്ള് മുസ്ലിംസാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ അവിടെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ചേട്ടന് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ആദ്യം തട്ടിയെടുത്തത് ഞാനാണ്. പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, കളർഫുള്ളായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഞാൻ അവിടെ കണ്ടു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിതൊക്കെ ഒരു പുതുമയായിട്ടാണ് തോന്നണത്, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ വൈറ്റ് ടിഷ്യൂ പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പെട്ടെന്നൊരു കളർ പേപ്പർ കണ്ടപ്പോൾ, പിള്ളേർക്കൊക്കെ ഡ്രോയിങ്ങിന് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ഓരോന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കാൻ കളർഫുള്ളായിട്ടുള്ള പേപ്പർ വാങ്ങിക്കില്ലേ, അതുപോലെ അവരവിടെ അടുക്കി വെച്ചിരിക്കുന്നു. എന്തോ പച്ചയോ മജന്തയോ എന്തര പോലത്തെ കളറ്. പക്ഷെ കൊള്ളായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ 2-3 പീസ് ചോദിച്ചപ്പോഴത്തേക്കും അവർ ഒരു ബൗള് ഫുള്ളാണ് കൊണ്ടുവന്നു. നല്ല സൂപ്പർ സാധനമായിരുന്നു. കറക്റ്റ് ഉപ്പ്, എരി, മുളക് എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളാണ് കഴിച്ച് നമ്മൾ.
വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അവിടെ ഇരുന്ന് തട്ടി, സമയമൊന്നും നോക്കിയില്ല. ഞങ്ങൾ ഇപ്പോൾ ഇത് ഇത്രയും പുകഴ്ത്തി പറയാൻ കാരണം നമ്മൾ കുറച്ച് ദിവസമായി ഇത് കഴിച്ചിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി മന്തി എപ്പോഴും തട്ടണതാണ്. മാസത്തിൽ കുറഞ്ഞത് 2-3 തവണയെങ്കിലും പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 മാസമായിട്ട് കുഴിമന്തി കഴിക്കാനായിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയതായിരിക്കും. അങ്ങനെ എന്തായാലും ഫുള്ളാ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ, പക്ഷേ അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഒരിക്കലും വീഡിയോ എടുക്കാനായിട്ട് പോയതേ അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ ഇവിടെ കൊള്ളാടി എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കയറി. അപ്പോഴും ഞാൻ കയ്യിൽ പിന്നെ ഫോണല്ലേ ഇരിക്കണം, അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര നാണക്കേടും കൂടെയാണ് വീഡിയോ എടുക്കാനേ. നമ്മളിങ്ങനെ ഫോണൊക്കെ പിടിച്ച് വളവളാന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും. എനിക്ക് ഭയങ്കര നാണക്കേടാണ് അതൊക്കെ. അവരൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ വീടിനകത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ ഇല്ലാത്ത ടൈമിലാണ്. ചേട്ടൻ ഉള്ളപ്പോഴെനിക്ക് ഭയങ്കര നാണമാണ്. വീഡിയോ എടുക്കുമ്പോഴേ ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി നോക്കും. അപ്പോഴെനിക്ക് ഒരു ചമ്മൽ ഫീൽ ചെയ്യും കേട്ടാ. പിന്നെ ചേട്ടനെ ഉൾപ്പെടുത്തിയ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. ആൾ വരൂല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചൊക്കെ വീഡിയോയിൽ ആഡാക്കണതാണ്. ഇത് അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. മറ്റേ പെരുംജീരകവും കർക്കണ്ട് അതായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.